എന്തൊക്കെയാണ് നമ്മള് ജർമ്മനിയിലേക്ക് വരുമ്പോ കൊണ്ടുവരേണ്ടതെന്നുള്ള വീഡിയോ ആണിത്. എന്നുവെച്ചാല് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരണം അത്യാവശ്യ സാധനങ്ങള്. അപ്പോ പറയട്ടെ, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കുക്കറാണ്. കുക്കർ എന്തായാലും കൊണ്ടുവരണം. ഇത്രയും സൈസ് ഉള്ളത് എത്ര ലിറ്ററിന്റെയാണ്? 3 ലിറ്ററിന്റെ കൊണ്ടുവന്നാൽ മതി. പിന്നെ കൊണ്ടുവരുന്നത് മസാലപ്പൊടീസ്. അതെന്തായാലും വേണം, കാരണം ഇവിടെ കിട്ടാനുള്ളതല്ല മസാലപ്പൊടി. കസ്കസ് പാടില്ല, പിന്നുള്ളത് കസ്കസ് കൊണ്ടുവരാൻ പാടില്ല. പാടില്ല. പിന്നെ സോപ്പ് പെട്ടി. പിന്നെ അതൊന്നും കൊണ്ടുവന്നില്ല. കപ്പ് എന്തിനാണ്? പിന്നെ ജാക്കറ്റ് വാങ്ങുന്നില്ലേ, ഇങ്ങനെ മഴയത്ത് കൂടി ഇടാൻ പറ്റുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ് കൊണ്ടുവരാം ശ്രമിക്കാം. പിന്നുള്ള വിന്റർ ജാക്കറ്റ് ഇവിടെ തന്നെ വാങ്ങിയാൽ മതി, അതാണ് ബെറ്റർ. അതെ. പിന്നെ പിന്നെ എല്ലാം പൊടിയോ പൊടിയുടെ തന്നെ ഉണ്ട് ഗൈസ്. ബാക്കി പീസ് ഉണ്ട്. ബ്ലെൻഡർ വാങ്ങിച്ചിട്ട് വരണം. പിന്നെ കട്ടിംഗ് ബോർഡ് വേണം. പൊട്ടിയത് കൊണ്ടുവരരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമുണ്ട് എക്സ്റ്റൻഷൻ ബോർഡ്. എല്ലാരും ഇത് തന്നെയാണല്ലോ ഓൺലൈൻ മേടിക്കണത്. ഇവിടെ അത്യാവശ്യം അതെന്തായാലും കൊണ്ടുവരണം. ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. അതെന്തായാലും വേണം. യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്തായാലും വേണം. അത് ഓൺലൈൻ ത്രൂ നല്ല ബ്രാൻഡിന്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നുള്ളത് ട്രൈപോഡ്. ഇനിയിപ്പോ ട്രൈപോഡ് മതി. എവിടെ ഫുഡ് എവിടെയാണ്? അടുത്തത് ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരണം. അത് കണ്ടത് ഇതേപോലെ വലിച്ചു വാരിക്കൊണ്ട് വരരുത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പൊടി, അരിപ്പൊടി, ഗോതമ്പ് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കരുത്. ചമ്മന്തിപ്പൊടി അങ്ങനത്തെ പൊടിയൊക്കെ ഉണ്ടാവും. ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുവന്നത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കണക്കെടുത്ത് തീർക്കണത് നല്ലതാണ്. അടുത്തെന്ന് പറഞ്ഞാല് സ്കിൻ കെയറിന് മര്യാദക്ക് ഫോക്കസ് ചെയ്യണം. ഇതൊന്നല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിയോ? സെറ്റാഫിലാണ്. എനിക്ക് സെറ്റാഫിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജർമ്മനിയിൽ വരുമ്പോ ഇല്ല. പിന്നെ സെറ്റാഫില് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുമ്പോഴേക്ക് സെറ്റാഫിൽ യൂസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതേപോലെ തന്നെ എന്റെ ഓയിലി സ്കിൻ ഇല്ല, അത്ര ഇല്ല. പക്ഷെ ഇത് നല്ലതാണ്. നമ്മുടെ ഭയങ്കര ഓയിലി ആക്കത്തില്ല, കുരു വരില്ല. സെറ്റാഫിൽ നല്ല സാധനമാണ്, സത്യമായിട്ടും. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ അറിയോ, ഇത് നയാസിനിമേഡ്. പക്ഷെ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് നയാസിനിമേഡ് യൂസ് ചെയ്തിട്ട് സെറ്റാഫിൽ യൂസ് ചെയ്യണത് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ നയാസിനിമേഡ് ആണെങ്കിൽ സ്കിന്നിന്റെ പാടൊക്കെ കുറയ്ക്കും, കുറച്ച്. പിന്നുള്ള സൺസ്ക്രീൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെർമാക്കോന്റെ സീസിനബ്രയാണ്. ഇത് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയണില്ല, പക്ഷെ എനിക്ക് നല്ലതാണ്. പിന്നുള്ള ഫേസ് വാഷ് എന്ന് പറഞ്ഞാല് സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. കുരു വരില്ല, കുരു എന്തായാലും പോയി. എന്റെ വീഡിയോ കാണുന്നവരുണ്ട് ഇവിടെ. അതില് എത്ര പേരാണോ മറ്റേ ഒരാൾ കമന്റ് ചെയ്ത് തന്നെയാണ് ഇത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് ജർമ്മനിക്ക് വരുമ്പോ ഫേക്ക് അക്കൗണ്ട് ബോഡി വാഷിനെക്കാളും ഞാൻ പറയണത് സോപ്പ് കൊണ്ടുവരാനാണ്. ബോഡി വാഷ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സോപ്പ് കൊണ്ടുവന്നത് ഒത്തിരി ബെനിഫിറ്റ് ആയിരിക്കും. പിന്നുള്ള പാത്രം ഞാൻ പറയാം. പാത്രം ഇങ്ങനത്തെ ഒരു പാൻ കൊണ്ടുവരണം. പിന്നൊരു ചട്ടി പരന്നിരിക്കണ പാൻ കൊണ്ടുവരണം. ഇതൊക്കെ ഒന്ന് കൊണ്ടുവരണം. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. ബക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. ഇത് ഇനി അതാ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല റേറ്റ് കുറവാണ്. അത്ര റേറ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് ഫുഡ്
ചിരിക്കരുത്. ഇത് ഉണക്കമീൻ. ഇന്നെ ടേസ്റ്റ് ചെയ്യണം നമുക്കിത്. നല്ലോണം കുക്കിംഗ് ചാനൽ. ഇത് ഉണക്കമീൻ, ഇത് ഉണക്കച്ചെമ്മീൻ. മണത്ത് ഞാൻ പിടിക്കും. മത്തിയാണ്. മത്തിനെ വിട്ടു. പിന്നെ ലിപ്സ്റ്റിക്ക്, സ്കിൻ കെയർ, ഇത് ഗേൾസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ അധികം ഇടാൻ പോണതാ. അവൾക്കല്ല സംഭവിച്ചവള്. മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യണവർക്ക് മെൻസ്ട്രുവൽ കപ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. മെഡിയായിട്ടില്ലല്ലോ. ഇവിടെ കിട്ടും, നല്ല റേറ്റ് ആണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ബെറ്റർ. പിന്നെ കമ്മലുമാലയും അതൊന്നും വേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെയാണ് പിന്നെ വേണ്ടത്? ബെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞില്ലേ? ബെഡ്ഷീറ്റ് അതിൽ കിടക്കണേ. ഇതൊക്കെ എന്താണ്? സൂചി ഒന്നും കൊണ്ടുവന്നോട്ടാ. പിന്നുള്ളത് ഞാൻ പറയാ സ്റ്റിക്കി നോട്ട്സ് കൊണ്ടുവരാം. കാരണം പഠിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കൊണ്ടുവന്നാല് ബെനിഫിറ്റ് ആയിരിക്കും. എനിക്ക് ആവശ്യമില്ല. സത്യം ഞാൻ അവിടെ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഞാൻ റൂം 5ാമത്തെ റൂമാറിനാണ് ഒട്ടിച്ച് തരുന്നത്. കാൽക്കുലേറ്റർ പഠിക്കണവർക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും ഞാൻ പറയില്ല. നമ്മൾ പഠിച്ചേക്കുന്നത് മാത്സ് ആണ്. അതുകൊണ്ട് അവർക്ക് കാൽക്കുലേറ്റർ ആണ്. ഇനിയുള്ളത് ഏത് പറ്റിയാ? ഗമ്മുണ്ടായിരുന്നു. ഗമ്മിനെ കുറിച്ച് പറഞ്ഞില്ല. മൂവ്, സ്റ്റാപ്ലർ, ഈ സാധനം മൂവ് എന്തായാലും കൊണ്ടുതന്നെ. പണിയെടുത്ത് നടുവേന. കാരണം ശരിക്കും പണിക്കൊക്കെ പോകുമ്പോ ഈ ആമസോണിലൊക്കെ വർക്ക് ചെയ്യുമ്പോ എന്നും നടുവേദനയൊക്കെ ഇരിക്കും. അപ്പൊ നടുവേദന ഉണ്ട്. അപ്പൊ മൂവ് കൊണ്ടുവന്നത് നല്ലതാണ്. പിന്നെ ഇതേപോലത്തെ കുഞ്ഞിപ്പെട്ടി, അതിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞിപ്പെട്ടി ഒന്നും കൂടി അതടക്കാം. പിന്നെ ഇതേപോലത്തെ ചെറിയ പെട്ടികൾ കൊണ്ടുവന്നത് വളരെ നല്ലതാണ്. കാരണം പൊടികളൊക്കെ ഇട്ടൊക്കെ. ഇതിന്റെ ഫുഡ് ഐറ്റംസ് നിനക്ക് തിന്നാൻ വേണ്ടേ? പിന്നുള്ളത് കമ്മല്. നല്ലതാ. ഉപ്പിടാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ വെയിറ്റ് വിസ്താരക്കൊക്കെ വേണ്ടി നമുക്ക് കുഴപ്പമില്ല കേട്ടാ. എയർ ഇന്ത്യയൊക്കെ സൂചി, നേരത്തെ പറഞ്ഞ സൂചി. കമ്മല്, പിന്നെ ട്രഡീഷണൽ കമ്മല്, ഗേൾസ് ട്രഡീഷണൽ കമ്മല്, അല്ലാത്തവര് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത് വളരെ നല്ലതാണ്. കാരണം ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. ഇത് ട്രഡീഷണൽ അല്ലേ? എന്ത് കിട്ടും? സാരി കിട്ടോ? വാങ്ങിക്കാൻ കിട്ടൂട്ടാ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഉണ്ടെന്നാ. വിജയ ആശിനെ സെറിനെ തരാൻ പറഞ്ഞതാണ്. സർപ്രൈസാ. എന്നുവെച്ചാല് ഇത് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോയാണ്. കാരണം ഈ ഫോട്ടോ കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് കുറെ മെമ്മറീസ് ഒക്കെ ഇത് താങ്ക് യു. ഞാൻ ഏറ്റവും മെയിൻ ആയിട്ട് പറയണത് ജാക്കറ്റിന്റെ കാര്യമാണ്. സമ്മർ ഇൻടേക്കിൽ വന്നവര് ജാക്കറ്റ് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. ചെറുതായിട്ട് വല്ല പുള്ളോർ കുട്ടീസ് എന്തെങ്കിലും എടുത്താൽ മതി. പക്ഷെ വിന്റർ ഇൻടേക്കിൽ വന്നവര് എന്തെങ്കിലും നല്ല ജാക്കറ്റ് വരുമ്പോ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ള ജാക്കറ്റ് വാങ്ങിക്കാം. വിന്ററിലേക്കുള്ളത് ഇവിടെ നിന്ന് വാങ്ങാം.